തലവർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഉസ്താദിന്റെ അടപ്പിയാൻ തെറിപ്പിച്ചനെ. ഈ ബിസിനസ്സിൽ ആദ്യമായി വേണ്ടത് പരസ്പര വിശ്വാസമാണ്. അത് എന്നില്ലാതാവുന്നു അന്ന് ഈ പരിപാടി നിർത്തണം. കുഞ്ഞായൻ ബഹളം വെച്ചപ്പോ അവര് വെടിവെക്കുന്ന ഞാൻ വിചാരിച്ചേ. വെടിവെക്കാൻ തോക്കിനകത്ത് ഉണ്ട മാത്രം ഉണ്ടായ പോരാ, മനസ്സിനകത്ത് ഉണ്ട വേണം. അതെന്തുണ്ടാ? ആ ഉണ്ടേന്റെ പേരാണ് ധൈര്യം. നമ്മളൊക്കെ വെടിവെക്കണമെങ്കിലേ അവനൊക്കെ ഒന്നുകൂടി ജനിക്കണം. അവനൊക്കെ ഇനി ജനിക്കണമെന്ന് നമ്മളിവിടെ കാണുമോ? നിങ്ങളെന്ത് മണ്ടത്തരായി പറയുന്നത്? അതല്ലേ നമുക്ക് ഞാൻ പറഞ്ഞത്. അവന് ഈ ജന്മം നമ്മളെ വെടിവെക്കാൻ പറ്റില്ലെന്ന്. ഇവൻ അവനൊക്കെ വലിയ ഹലോ, ഇതെന്താ ഇവിടെ? ഞങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല പൊന്ന് സാറേ, നമ്മൾ ഒരുമിച്ചുള്ള ആശുപത്രി ഒന്ന് ചീട്ടടിച്ചത്. തലക്കടകിട്ട് 3 നാൾ കൂടെ ഒരുമിച്ച് ആശുപത്രി ഒന്ന് പറഞ്ഞോ? ഓ അത് ശരി. അന്ന് മുഖം ശരിക്കും കാണാത്തോണ്ട് ആളെ മനസ്സിലായില്ല. ഞാൻ കുഞ്ഞായൻ. ഹലോ, ഇത് മുസ്തഫ. ഹലോ, ഇത് ആൽഫ്രഡ്. ഹലോ. എന്താ എല്ലാരും കുടുംബത്തോടെ? ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ അത് കഴിഞ്ഞു. സാറിന്റെ എവിടെ? എനിക്കൊരു ജീവിത പ്രശ്നമാണ്. ഒരു കസ്റ്റമറെ കാണാൻ വന്നാ. ഇതാരാ പോക്കറ്റിൽ നിന്ന് തല പുറത്തിട്ട് നോക്കണത്? ഇതൊരു പാവ. ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരാള് സമ്മാനിച്ചതാ. എങ്ങനെയുണ്ട്? ഫസ്റ്റ് നല്ല തറവാടുത്തുള്ള പാവക്കുട്ടി ഇല്ലേ മുസ്തഫ? അതെ. കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്, പല്ലിയത്താവും. ഇമാതിരി സാധനം കിട്ടാ ബുദ്ധി വളരും. അവര് നമ്മളെ പോലെ നല്ല മനുഷ്യരാവും. ഇതിനകത്തൊക്കെ കിളികളുണ്ടല്ലേ? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു സത്യം പറയാം. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെനിക്ക് സമ്മാനിച്ചതാ. ഇതിനകത്ത് കുലുങ്ങുന്നത് മുഴുവനെ അവളുടെ ഹൃദയമിടിപ്പുകളാണത്രേ. അപ്പോ എന്തായാലും ഹൃദയം നമ്മൾ തൊട്ട് അശുദ്ധമാക്കണില്ല. സാറ് തന്നെ പിടിച്ചാട്ടെ. പിന്നെ അത് താഴ്ചകളെ കൊണ്ടോണേ. ഈ ഹൃദയം എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ബേജാറ് പിടിച്ച സംഗതിയാ. നല്ല മനുഷ്യൻ. പ്രേമിച്ച് പ്രേമിച്ച് ഇപ്പോഴത്തെ ആണിനും പെണ്ണിനും തലയ്ക്ക് വട്ടായെന്നാ തോന്നണം. നമ്മളെ നമ്മുടെ വാപ്പായും പ്രേമിക്കുന്ന കാലത്ത് അന്നത്തെ പെൺകുട്ടികള് ഉറുമാലിന് നമ്മുടെ പേരെഴുതി അത്ര മുക്കിത്തരും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു പ്രാന്ത്. ഇമാതിരി പാവക്കുട്ടി പ്രാന്ത് നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത്. മുസ്തഫ, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ പാവക്കുട്ടിയല്ലേ? അത് പിന്നെ കണ്ടറിഞ്ഞൂടെ? അല്ല ഇടങ്ങേറായ മുസ്തഫ, അങ്ങോട്ടല്ലേ ഇങ്ങോട്ട്? രാസ്ത ചോണ പാവക്കുട്ടി സാറേ. തലവരെ, നമ്മളെ പാവക്കുട്ടി ഒരുത്തർ കീസെടുത്ത് പോണെ നമ്മളിപ്പൊ കണ്ട്. ആ പെണ്ണത് അയാൾക്ക് കൊടുത്ത് അവരൊന്ന് മുഹബത്ത് പോയി. അതിനകത്ത് രത്നങ്ങളുണ്ട് തലവരെ. കിലുക്കൻ ഞാനും കേട്ടതാ. അതെ, ഞമ്മളത് വാങ്ങി കുലുക്ക് നോക്കി സൂക്ഷിച്ചു വെച്ചോന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത്. കണ്ടോ, അവളുടെ കയ്യിലാണ് നമ്മുടെ ചരക്കുണ്ടായിരുന്നത്. അത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് ആരോ കുത്തുകിട്ട് വീണത്. അത് ഇയാളാണ് തലവര് പറഞ്ഞു. ഇപ്പൊ വിശ്വാസമായ ഇപ്പൊ കുത്ത് നമ്മുടെ അഞ്ചത്തായി. അവർ രണ്ടാളും ആ കുത്തുകാരനും ഒന്നായി. ചിന്തിക്കാനൊന്നുമില്ല. തലയൊരു പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം അഹിംസ കൊണ്ട് മാറ്റി വെച്ചേക്കാം. 9 ലക്ഷത്തിന്റെ രത്നങ്ങളാണ് ആ പാവയ്ക്കകത്തുള്ളത്. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ അതെടുത്ത് തലവർക്ക് കൊടുക്കണോ? 3 വീതം വെച്ച് നമ്മൾ നാട്ടിലേക്ക് വണ്ടി കയറുന്ന വലിയ ബുദ്ധി. ഒരാളെ വേദനിപ്പിച്ച് നമ്മൾ എന്ത് സ്വർഗ്ഗമാണ് നേടാൻ പോകുന്നത്? കള്ളത്ര ഏതായാലും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരോട് പോയി എവിടെ പോയി? ഇത് കണ്ട, താഴെ മാത്രമേ താക്കോലില്ല. വാ. ഒന്നര കൊല്ലത്തെ ജയിൽ ശിക്ഷ കൊണ്ട് ഒരു നല്ല കാര്യം നടന്നു കിട്ടിയ തലവരെ. പാവക്കുട്ടിയെ കൊണ്ട് അവൻ അവള് രക്ഷപ്പെട്ടു. അയ്യോ, എന്റെ 9 ലക്ഷം അവര് മെഴുങ്ങിയോ? പടച്ചോനെ, നല്ല വിലയുള്ള പൂട്ടാ. അടുത്തങ്ങും തുറക്കുന്ന ലക്ഷണം കാണുന്നില്ല. അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് അടുത്ത വീട്ടുകാർ പറഞ്ഞു. അവർക്ക് കുട്ടിയായി. അവർ രണ്ടുപേരും നാട്ടിലേക്ക് പോയിരിക്കാം. പൊട്ടൻ. അന്ന് തന്നെ നേരാൻ വണ്ണം അവരെ പിടിച്ചിരുന്നെങ്കിൽ ഉസ്താദിന്റെ കാര്യം ശരിയായേനെ. ഇവന്റെ തലയും രക്ഷപ്പെട്ടേനെ. അന്ന് ആള് മാറി ഓപ്പറേറ്റ് ചെയ്തോണ്ടല്ലേടാ ഇവൻ ഈ കോലത്തിലായത്. ഇതിന് നമ്മൾ ആരോടാ ഉത്തരം പറയുക? ഇവരൊക്കെ ആരാ? അന്തോ പ്രാന്തായി. ആ താല്പട്ടെ, ഞങ്ങളൊക്കെ ഇതിന്റെ ആത്മസുഹൃത്തുക്കളാണ്. ഞാൻ കുഞ്ഞായൻ. കുഞ്ഞായൻ മുസ്തഫ. 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 ഈ പ്രാന്തനാരാ? സാരമില്ല,
ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും. ഞങ്ങൾക്കൊരബദ്ധം പറ്റി. ഇനി ഒരബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്. അവരെ ഞങ്ങൾ കണ്ടുപിടിച്ച് ആ പാവക്കുട്ടിയെ വീണ്ടെടുക്കും. അതിന്റെ വയറ്റിലെ രക്തങ്ങൾ വിറ്റ് ഇവനെ ഞങ്ങൾ അമേരിക്കയിൽ കൊണ്ട് ചികിത്സിക്കും. എന്താണ് തിരിഞ്ഞടിക്കണേ? നോക്കണോ ഇവിടെ. കിട്ടിയോ? എന്നാ പിടിച്ചോ. ഞാൻ ഇത്ര അടുത്താണ്ടാവാടാ, അപ്പോഴേക്കും പോയി കളഞ്ഞു. എന്നാ കൈ നീര് പിടിച്ചുകൂടായിരുന്നു? കൈക്ക് എന്നെക്കാൾ നീളമുണ്ടല്ലോ. പിടിക്കും, ഈ കൈ കൊണ്ട് തന്നെ പിടിക്കും. പ്രശ്നമല്ല, അവള് ചിലപ്പോ നമ്മളെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ വേഷം ഒന്ന് മാറണം. ഇപ്പൊ അല്ല നമുക്ക് ഉടനെ മാറണം. പിന്നെ എന്നിട്ട് അവളുടെ വീട് കണ്ടുപിടിക്കും. ബോംബെയിൽ അന്വേഷിച്ചപ്പോ അടുത്ത വീട്ടുകാർ അവളുടെ പേരെന്തെന്നാ പറഞ്ഞത്? നല്ല പേരാ, പുക പോലെയാ. ഞാനത് മറന്നു. ഞാനും മറന്ന്. അല്ലെങ്കിൽ പേരെന്തിനാ അവളെ കിട്ടിയ പോരെ? എന്നവാ ഒന്ന് നിർത്തണോ? അമ്മിക്കല്ലില്ല, മൂത്ത് നടിച്ചൊരു തന്തക്കല്ലുണ്ട്. കൊത്താമോ? ഒന്ന് പോടോ. ഹൃദയം അമ്മിക്കല്ല് കൊത്താനുണ്ട്, ആട്ടുകല്ല് കൊത്താനുണ്ട്, പഴയ പാവ വിൽക്കാനുണ്ട്. കല്ല് കൊത്താനുണ്ട്, കല്ല്. അമ്മിക്കല്ല് കൊത്ത. ഇത്രയും കാലം കൊണ്ട് ശിവൻകുട്ടി ചേട്ടൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് എത്തി നോക്കാനുള്ള ചങ്കൂറ്റം ശിവൻകുട്ടി ചേട്ടൻ കാണിച്ചില്ല. വസുമതി അങ്ങനെ പറയരുത്. ഞാൻ എത്തി നോക്കി, പക്ഷെ വസുമതി എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഓ, ബോംബെയിലേക്ക് എത്തി നോക്കിയ ഈ വസുമതി എവിടെ കാണാനാ? വാക്കുകളാകുന്ന ബ്ലേഡുകൾ കൊണ്ട് എന്റെ ഹൃദയത്തെ കീറി മുറിക്കാതിരിക്കും വസുമതി. ആ, അവിടെ ബോംബെന്ന് മായ വന്നു അറിഞ്ഞു. മായ മാത്രമല്ല, വേറൊരു മാനസേശ്വരിയും കൂടി വന്നിട്ടുണ്ട്. രണ്ടും ഒരൊറ്റ തന്തയ്ക്ക് പിറന്നാണെന്നേ പറയും. എനിക്ക് രണ്ടാളെയും പേടിയാ. രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ. വെറുതെ എന്തിനാ ഞാൻ ചീത്തപ്പേരി എത്തിക്കുന്നേ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് മറന്നു വസുമതി. ഇനി മായയും വേണ്ട, മായാജാലവും വേണ്ട. പക്ഷെ പാവക്കുട്ടി വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? പാവക്കുട്ടിയോ? പിടിച്ചോ. നമ്മുടെ പാവക്കുട്ടിയെ തട്ടിയെടുത്ത മായ എന്ന പെൺകുട്ടിയുടെ വീടാണിത്. പാവക്കുട്ടി ഇവിടെ ഉണ്ട്. നമുക്കത് തട്ടിയെടുക്കാം. ചാടിക്കോ. എനിക്കിന്നും പുറത്തു കിടക്കാൻ പറ്റില്ലല്ലോ ഈശ്വര. അവന്റെ ഒരു ഒടുക്കലത്ത വെള്ളം കൂടി തീരുന്ന ലക്ഷണമില്ല. നീ ഒരു കാര്യം ചെയ്, ഒരു കടലാസ് എടുത്ത് അതിന് മുൻവശത്തെ വാതിൽ തുറക്കുന്നൊരു മെസ്സേജ് എഴുതി ഒരു കല്ലെടുത്ത് ചുരുട്ടി മായയുടെ മുറിയിലേക്ക് എറിയ. അവള് വാതിൽ തുറക്കും, നമുക്ക് അതിലൂടെ കയറാം. അയ്യോ, വെള്ളം ദാഹിച്ചിട്ട് വയ്യ. ഇത് വെള്ളം കുടിക്കുന്ന നേരമാണ് നമുക്ക്. ഇതെന്താ ഹോട്ട് വാട്ടറോ? ഒരുമാതിരി അരിഷ്ടത്തിന്റെ മണം. ഈ വെള്ളം എന്താ ഇങ്ങനെ? പാപ്പ, മോനെ ആൽഫ്രഡേ, മോൻ ബഹളം വെക്കാതെ വിടുന്നില്ലേ? ബാപ്പു പോയി പാവക്കുട്ടി എടുത്തിട്ട് വരാൻ. ഉമ്മ. ഞാൻ ഇനി മുൻവശത്തെ വാതിൽ തുറക്ക്, ഞാനിതാ കാത്തിരിക്കുന്നു. മോളെ മോളെ, എന്താ? ദേ കത്ത് വന്നിട്ടുണ്ട്. വാതിൽ തുറന്നു കൊടുക്കാൻ. അകത്തേക്ക് വന്നോളാം. എന്താ? സത്യം പറ ചെറ്റേ, വാതിൽ തുറന്നു കൊടുക്കാൻ. അല്ലെങ്കിൽ വേണ്ട, അവനെ കൊന്നിട്ട് ഞാൻ നിന്നെ കൊല്ലാം. നീ ആരടി നീ? ഇത്തിരി മൂത്തുപോയെന്ന് വെച്ച് എനിക്കെന്തായാലും കുറവ്. അയ്യോ!
4-5 കടലാസ് എല്ലാ മുറിയിലും പറത്തിയിട്ടുണ്ട്. ചേച്ചിയുടെ മുറി അതാണെന്ന് ഒരു പിടിയില്ല. കഷ്ടമായില്ല. കിട്ടിയോ? ഇല്ലെന്ന് വാതിലൊന്നും തുറന്നു കിട്ടില്ല. ഏതാടാ ഒരു സ്ത്രീ? യക്ഷിയാണെന്ന് തോന്നുന്നത്. വല്ലാത്ത ശബ്ദം. നല്ല മുറി, നല്ല കിടക്കാം. എനിക്ക് കിടക്കാം. എന്റെ വസുമതി. ആവശ്യമില്ലേ? എവിടെ? ഞാനില്ലേ? ചേച്ചി, ചേച്ചി, ഈ ചേച്ചിയുടെ പേരെന്താ? ഇതാര്? നോക്കി പേടിപ്പിക്കണ്ട. എനിക്കിനി ഇത് പറ്റില്ല. കുഞ്ഞിന് മുല കൊടുക്കണമെങ്കിൽ ഭാര്യ ഗുജറാത്തി സാരി കൊടുക്കണമെന്ന് വെച്ചാ ഈ ഗതികേടിനെ നീട്ടിക്കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതിലും നല്ല ആത്മഹത്യ ചെയ്യുന്നതാ. രാത്രി മുഴുവൻ ആ വീട്ടിൽ ആൾക്കാർക്കെന്താ പ്രേതബാധയുണ്ടോ? ഒറ്റണത്തിന് രാത്രി ഉറക്കമില്ല. രാത്രി മുഴുവൻ നിലവിളിയും ബഹളവും വെള്ളം കുടിയും പരക്കം പാച്ചിലും. നിന്നെ ഒന്ന് മനസ്സറിഞ്ഞ് തൊട്ടിട്ട് എത്ര ദിവസമായിന്നറിയോ? ജയേട്ടൻ എന്തിനാ നിലവിളിച്ചത്? ദേ എന്നെ കൊണ്ടൊന്നും പറയരുത്. പിന്നെ നിലവിളിക്കാതെ. നിന്റെ ഏതോ ഒരു അമ്മാവൻ അമ്മാവിയുടെ പാവാട കൊടുത്ത് പാതിരാത്രി കൊന്നതാ എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് കുഞ്ഞിനെ ചോദിച്ചു. പിന്നെ മനുഷ്യൻ പേടിക്കാതിരിക്കോ? ഞാൻ പറഞ്ഞില്ലേ, മടുത്തു. ഭാര്യയും കുഞ്ഞിനെ അടുത്ത് കിട്ടണമെങ്കിൽ ഞാൻ ഈ കളി നിർത്തണം. നമുക്ക് തിരിച്ചു പോവാം. സത്യം പറ, ഇവിടെ വന്ന പിന്നെ ഏതെങ്കിലും ഒരു രാത്രി നീ മനസമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടോ? നമ്മുടെ മോളെ താലോലിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പോയാ ഈ ജന്മം മോളെ നീ നേരാമണം കാണാൻ പോകുന്നില്ല. അമ്മ ആരാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തി ആണെന്ന് പറയേണ്ട ഗതികേട് നമ്മുടെ മോക്കും വരും. ഇതാ ഞാൻ പറഞ്ഞത്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ 2 കൊല്ലത്തിനിടയ്ക്ക് നീ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? മായമോളെ, മായക്കുട്ടിയെ. നിന്റെ ചെറിയമേന്തിന് ഇങ്ങോട്ട് വരുന്നത്? മായമോൾ ഇവിടേക്ക് വന്നാ? ഇല്ല. പിന്നെ എവിടെ പോയി? അവർക്ക് എന്തോ ഒരു സംശയമുള്ള പോലെ. മായേ, മായമോളെ. എവിടെ പോയി? അപ്പൊ മായ എവിടെ പോയി കളിയാ? എവിടെ പോയിന്നല്ലേ ഞാനും തപ്പിക്കൊണ്ടിരിക്കുന്നത്. മായ മാത്രമല്ല, ശിവൻകുട്ടിയും കാണാനില്ലേ? അവൻ ഈ നേരത്തെ എവിടെ പോയി? അവൻ പോയടാ നാരായണൻകുട്ടി. അവൻ പോയി. അവളെ കൊണ്ട് പോയി. കത്തെഴുതി വെച്ചിരിക്കുന്നു. മംഗലം വീട്ടിലെ മഹാമനസ്കരെ, എന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനത്തോടൊപ്പം ഞാനെന്ന ശിവൻകുട്ടി ഇതാ ഒരു മായാലോകത്തേക്ക് പറക്കുന്നു. ഇത്രയും കാലം എനിക്ക് കിട്ടാതിരുന്ന 10 മാറ്റുള്ള സ്ത്രീ ഹൃദയം ഞാനിതാ നേടിയെടുത്തിരിക്കുന്നു. നിങ്ങൾ ആരും ഇതിൽ സങ്കടപ്പെടണ്ട. നിങ്ങളുടെ ഓമനപുത്രൻ ശിവൻകുട്ടിക്ക് ഒരു മായാദേവിയുടെ സ്വർഗരാജ്യം വീണ് കിട്ടിയിരിക്കുന്നു. അവളുടെ സമ്പത്തും ഐശ്വര്യവും സ്നേഹവും എല്ലാം ഇനി എനിക്കാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, ഗുഡ് ലക്ക്. എടാ ശിവൻകുട്ടി, നീ പോയത് പിന്നെ സഹിക്കാം. നീ എടുത്തോണ്ട് പോയത് എന്താണെന്ന് ഓർക്കുമ്പോ എന്റെ തല കറങ്ങുന്നടാ. അവര് തമ്മിൽ ശരിക്കും സ്നേഹമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലത്. മായേ, മായമോളെ, ശിവൻകുട്ടി. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ നാരായണൻകുട്ടി. എവിടാ ഇപ്പൊ ഒന്ന് തിരയുക? ഇപ്പൊ മനസ്സിലായ? ഇന്നലെ രാത്രി കിട്ടിയ ഈ മേഘ സന്ദേശം ആ കള്ളൻ എഴുതിയതാ. മുൻവശത്തെ വാതിൽ തുറക്കാൻ അവൻ കാത്തിരിക്കുന്നു. ഞാൻ ഈ പാവത്തിന് വെറുതെ സംശയിച്ച് തല്ലിച്ചേട്ടാ. ഞാനും ആ വിശാലത്തിനെ വെറുതെ ചവിട്ടി. ഏട്ടനും ഏട്ടത്തെയും കൂടെ ശിവൻകുട്ടിയെ വെച്ച് കള്ളക്കളി കളിച്ച് മായയെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാന്ന് വിചാരിച്ചു അല്ലേ? അത് ഈ വീട്ടിൽ നടക്കില്ല. അയ്യോ, എന്റെ കമലാക്ഷേത്രത്താണ് ഞാൻ വിവരറിയോ? ഞാനിത് മുത്തച്ഛനോട് പറയും. അയ്യോ, എന്റെ കുഞ്ഞിനെ തല്ലി. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തൊരു വിഡ്ഢിത്തരം നിങ്ങൾ കാണിക്കുന്നത്?
അന്തസ്സും ആഭിജാത്യമുള്ളൊരു തറവാടല്ലേ അത്? ബുദ്ധിയുള്ള ആണുങ്ങളല്ലേ നിങ്ങളൊക്കെ? തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി മുത്തച്ഛനോട് സത്യം പറഞ്ഞ് മായയെ കണ്ടുപിടിക്കാൻ നോക്കാതെ നിങ്ങൾ ഇങ്ങനെ തമ്മിത്തല്ലേ ആർക്കാ അതിന്റെ നാണക്കേട്? മുത്തച്ഛനോട് പറയണോ വേണ്ടയോ എന്ന് ആദ്യം നിങ്ങൾ തന്നെ തീരുമാനിക്കേ. രണ്ടായാലും നിങ്ങൾക്ക് ദോഷം വരരുത്. അതിനിടയ്ക്ക് അവളെ കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. എന്താ എല്ലാരും ശവം പോലെ നിക്കണേ? മായ എവിടെ? മായ അവള് അമ്പലത്തിൽ പോയച്ചാ. അവിടെ സപ്താഹമായി നടക്കല്ലേ? എന്നാ പിന്നെ അത് വാ തുറന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് അവളെ വിളിക്കുന്നു. അച്ഛൻകുട്ടി, എന്താ അച്ഛാ? നിന്റെ മകൻ എന്റെ പേഴ്സിൽ ഇന്നലെ രാത്രി കുറച്ച് പൈസ മോട്ടിച്ചിട്ടുണ്ട്. അത് നിന്റെ കണക്കിലോട്ട് എഴുതിയേ. എന്നിട്ട് അവന്റെ 2 മുട്ടുകാലും തല്ലി ഒടിച്ചേക്ക്. ശിവൻകുട്ടിയേട്ട എന്തിനാ അങ്ങനെ ഒരു കത്തെഴുതി വെച്ചത്? ഒരു കാര്യം തീർച്ച, അവൻ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ നാട് വിട്ടിട്ടുണ്ട്. ആ എഴുത്ത് വായിച്ചത് നീയാണെന്നാണ് അവരൊക്കെ ധരിച്ചിരിക്കുന്നത്. മുത്തച്ഛനാണെങ്കിൽ നിന്നെ വിളിച്ചോണ്ടിരിക്കുക. അവർക്കതൊട്ട് പറയാൻ ധൈര്യവും ഇല്ല. ഈശ്വര, മുത്തച്ഛൻ അറിഞ്ഞ ആകെ പ്രശ്നമാവും. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഈ ബഹളം നടക്കുമ്പോ നീ അങ്ങോട്ട് ചെല്ലണ്ട. ഒരുപക്ഷേ നമ്മക്കിതൊരു സഹായമാവും. നീ ധൈര്യമായിട്ടിരിക്കേ. ദാസനെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ചെറിയച്ഛൻ ചാച്ചിയുടെ ചെറിയച്ഛൻ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. കുഞ്ഞിനെ നോക്കിക്കോ. ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് വന്നേ. അയ്യേ, അതൊന്നും ശരിയാവില്ല. എന്റെ വൈഫ് സമ്മതിക്കില്ല. ഞങ്ങൾ ഡോക്ടറുടെ കാല് പിടിക്കാം. മായയെ കണ്ടില്ലെങ്കിൽ അച്ഛൻ ആകെ പ്രശ്നമാവും. മായ അമ്പലത്തിൽ പോയി എന്റെ പെണ്ണുകൾ നുണ പറഞ്ഞതാ. അച്ഛൻ മായ അന്വേഷിച്ച് അമ്പലത്തിൽ പോയിരിക്കുക. അവിടെ ഒരു സപ്താഹവും ഒരു പുല്ലുമില്ല. എന്തെങ്കിലും ഒരു കള്ളക്കളി കളിച്ചില്ലെങ്കിൽ ഇപ്പൊ ആകെ പ്രശ്നമാവുന്നേ. കുറച്ചു നേരത്തേക്ക് മതി. വാടാ. അയ്യോ, കയ്യിന്നോട് നിന്നോട് പറഞ്ഞില്ലേ? കയ്യിന്ന് വിടാൻ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവളെ അങ്ങോട്ട് അയക്കുന്നത്? ഞങ്ങളുണ്ട്. മാനസേശ്വരിയുടെ മേത്ത് ഒരു തരി മണ്ണ് വീഴാതെ ഞങ്ങൾ നോക്കാം. നീ പോയി മായയുടെ സാരി ബ്ലൗസും മേടെ എടുത്തിട്ട് വാ. ഡോക്ടർ സമ്മതിക്കും. ചെല്ല്, സമ്മതിക്കും. അതിന് അവൾക്ക് ആകെ 5-10 മലയാളമാക്കി അറിയൂ. മാത്രമല്ല പരമാനന്ദിക്ക് അത് ഇഷ്ടാവില്ല. ഓ കലാട്ട വിലാട്ട കാരണം क्या है डॉक्टर जी? कुछ मुस्कुराहट हो गया? हो गया? അതെ അതെ. ദേ പരമാനന്ദം സമ്മതിച്ചില്ല. എനിക്ക് അവളോട് ചോദിക്കണം. ഉപേക്ഷിക്കരുത്. ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണം. ദൈവാനുഗ്രഹം ഉണ്ടാകും. എന്ത് പ്രത്യുപകാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. എനിക്കൊന്ന് ആലോചിക്കണം. തുടരുത് ആലോചിക്കട്ടെ. പിടികിട്ടിയ അവളെ മായയെ പോലെ വേഷം കെട്ടിച്ച് മുത്തച്ഛന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണം. അത്രയല്ലേ ഉള്ളൂ. അതെ. അത് ഞാൻ ചെയ്യാം. നിങ്ങൾ ഓർത്തിട്ടൊന്നുമല്ല, ഒരു പ്രായമായ മനുഷ്യന്റെ മനസ്സ് വേദനിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ഞാൻ പറഞ്ഞ അവള് കേക്കും. പക്ഷേ ഒരു കാര്യം, അനാവശ്യമായിട്ട് ആരെങ്കിലും അവളെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു ഈച്ച ആ ഭാഗത്ത് പറക്കില്ല. അതിരിക്കട്ടെ, അവൾ അവിടെ വന്നാൽ ഞങ്ങൾ എങ്ങനെയാ മാമ ഉണ്ണുന്നത്? എന്റെ കുഞ്ഞിനാര് നോക്കും? ഊണ് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കാം. കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. ഡോക്ടറെ കൂടെ ഞങ്ങൾ മുഴുവനുണ്ടാവും. അപ്പൊ എന്താ വേണ്ടത്? മാനസേശ്വരി മായയായി അമ്പലത്തിൽ പോയി മുത്തച്ഛനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരണം. അത്രയല്ലേ ഉള്ളൂ. ആദ്യം ഞാൻ ഏറ്റു. പക്ഷെ അതുവരെ എന്റെ കുഞ്ഞിനാര് മുല കൊടുക്കും? ഹലോ, ഇവിടെ നിന്ന് വെട്ടി വിഴിയിക്കോ. അരമണിക്കൂറെന്നും പറഞ്ഞ് എന്റെ കുഞ്ഞിന്റെ അമ്മയെ വിളിച്ചോണ്ട് പോയിട്ടേ നേരം കുറയായി. ഇറക്കി വിട്. അയ്യോ, അവരച്ഛന്റെ മുറിയില്ല. അതിനെനിക്കെന്താ? മണി 9 കഴിഞ്ഞു. എനിക്ക് കിടന്ന് ഉറങ്ങണം. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി വിളിച്ചോളാം. അയ്യോ, നിക്ക് ഡോക്ടറെ, നിക്ക്. കുഴപ്പമുണ്ടാക്കല്ലേ, ഞങ്ങൾ വിളിച്ചു തരാം. അവളെ വിളിച്ചോ ഞങ്ങളെ. ഹിന്ദിയിൽ ഇപ്പൊ എങ്ങനെ വിളിക്കാം? അയ്യോ, ഹിന്ദി വിളിക്കാൻ വളരെ എളുപ്പം. ആഹോ ആഹോ എന്ന് വിളിച്ചാൽ മതി. അല്ലേ ഡോക്ടറെ? നല്ല ആവോന്ന് ഒന്ന് ചെന്ന് വിളിക്കും ഞങ്ങളെ. ആവോ ആവോ. ആവോ. मैं चाह रही केवल प्रभु के श्री चरणों की सेवा करना. मैं कर लूंगी संतोष मिले यदि गायों की सेवा करना. बोलो मदन बेटी शबरी यदि अन्यस्तु तो कौन श्रेष्ठ. तुझ में तो प्रभु ही बोल रहे निश्चय होगी तू भक्त श्रेष्ठ. आंखों भर आई शबरी की. ആരാ? അളിയാ, ഇതെങ്ങോട്ടാ? മോളിലെ മുറിയിലേക്കാ. ഡോക്ടർ ഇങ്ങോട്ട് താമസം മാറ്റുക. ഇതെന്റെ ഐഡിയ. മായയുടെ മുറി ഏതായാലും ഒഴിഞ്ഞു കിടക്കല്ലേ. അച്ഛനാണെങ്കിൽ എപ്പോഴും മായ എന്ന് വിളിച്ചോണ്ടിരിക്കുക. ആവശ്യം വരുമ്പോഴൊക്കെ നമ്മൾ ഡോക്ടറുടെ വീട്ടിലേക്ക് ഓടുന്നതിലും നല്ലതല്ലേ അവരെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നത്.
എന്നെ നിങ്ങളെല്ലാരും കൂടി കുടിക്കുകയല്ലേ? ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഏതാ മുറി? മുള്ള. സാനാട് പോട്ടെ. ഓ ഈ ഒക്കെ നേരത്തെ ചുമട്ടുപടിയായിരുന്നു ജോലി. ഇങ്ങോട്ടോ. ആ എന്താ? ആ ഡോക്ടർക്ക് രാത്രി പാൽക്കഞ്ഞി അത്രേ. ഓ പിന്നെ 4 പൂവമ്പഴും ഒരു വലിയ ഗ്ലാസ് നിറച്ച് മുന്തിരി ജ്യൂസും. അയ്യോ, എന്നാലും എന്റെ ശിവൻകുട്ടി ഇത് എന്നോട് വേണ്ടായിരുന്നു. തെരയാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ തെരഞ്ഞു നോക്കി. ശിവൻകുട്ടിയുടെ പൊടിയുമില്ല, മായയുടെ പുകയുമില്ല. പോലീസിലൊരു പെറ്റീഷൻ കൊടുത്തു. ഇൻസ്പെക്ടർ ഇത്തിരി പൈസ ചോദിച്ചപ്പോ ആ പെറ്റീഷൻ ഞാൻ തന്നെ തിരിച്ചു വാങ്ങി. അങ്ങനെ പോലീസിന് കൈക്കൂലി കൊടുത്ത് തിരിച്ചു വാങ്ങേണ്ട ചരക്കൊന്നും അല്ലല്ലോ നമ്മുടെ ശിവൻകുട്ടി. അല്ലേ കൂടപ്പറപ്പേ? അതെ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒരു വിധം സുഖമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആ ഡോക്ടറും ഭാര്യയും കുഞ്ഞും താമസം ഇങ്ങോട്ട് മാറ്റി. ഞങ്ങളൊക്കെ പട്ടിണിയിലാ. ഓരോ ദിവസത്തെ ചെലവ് കാണുമ്പോ കണ്ണില് വെള്ളം നിറയും. അച്ഛന് ഒരു സംശയവും ഇല്ല. ചറപറാന്ന് അവളോട് സംസാരിക്കുന്ന കാണാം. അതിന് അവക്കെന്ത് മനസ്സിലാവാനാ? അതിന് മലയാളം അറിയോ? അറിയോ? ഞാൻ ആ കുട്ടിയോട് സുഖമാണെന്ന് ചോദിച്ചു. എടുത്ത വഴിക്ക് അവളെ അച്ഛാന്ന് പറഞ്ഞു. അച്ഛന് വിളിച്ചപ്പോ പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. പിന്നെ അച്ഛൻ അവളോട് വക്കീലിനെ വിളിക്കാൻ പറയണത് കേട്ടു. ഏത് വക്കീല്? അവള് തന്നെ വക്കീല്, വേറെ ഏത് വക്കീല്?